തദ്ദേശ പോരിൽ കാസർഗോഡ് നിന്ന് ഇടതുപക്ഷത്തിനായി പോരാട്ടത്തിനിറങ്ങി 7 വിദ്യാർത്ഥി നേതാക്കൾ. തെരഞ്ഞെടുപ്പിൽ വിജയക്കൊടി പാറിക്കാൻ മത്സര രംഗത്തിറങ്ങിയ SFI നേതാക്കൾ കൈരളി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. അവരുടെ വിശേഷങ്ങൾ കാണാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇടതുപക്ഷത്തിന് വേണ്ടി യുവജനങ്ങളും വിദ്യാർത്ഥികളും നിരവധി പേർ മത്സര രംഗത്തുണ്ട്. യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പ്രാധാന്യം കൊടുത്തുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ജില്ലയിലാകെ തന്നെ ഇടതുപക്ഷം പ്രഖ്യാപിച്ചത്. SFIയുടെ നേതാക്കൾ വിവിധ പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലേക്കുമെല്ലാമായി മത്സര രംഗത്തുണ്ട്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികളാണ് കൂടെ ചേരുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ചിറ്റാരിക്കാൽ ഡിവിഷനിൽ നിന്ന് ചിറ്റാരിക്കാൽ ഡിവിഷൻ പിടിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് കവിതാ കൃഷ്ണനെയാണ്. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി. എങ്ങനെയാണ് ഒരു വിജയപ്രതീക്ഷ കവിത? ഇത്തരത്തിൽ പാർട്ടി ആദ്യം തന്നെ ഏൽപ്പിച്ചത് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി പാർട്ടി പറഞ്ഞ സമയത്താണ് സ്ഥാനാർത്ഥിയായത്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥി LDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി നിയോഗിക്കപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ അഭിമാനവുമാണ്. കാരണം നമ്മുടെ ഇത്തരത്തിൽ യുവജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്കൊക്കെ ഇത്തരത്തിൽ അവസരം കൊടുക്കുന്നത് പാർട്ടി മാത്രമാണ്. നമ്മുടെ LDF ഇടതുപക്ഷം മാത്രമാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ പരിഗണിക്കുന്നത്. നമുക്ക് കേരളത്തിലെ തന്നെ മറ്റ് ജില്ലകളിൽ കൂടി പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പാർട്ടി വലിയ രീതിയിൽ പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പാർട്ടി ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി എന്നാൽ കഴിയുന്ന വിധം നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിൻ്റെ കൂടെ SFIയിൽ എൻ്റെ കൂടെയുള്ള മറ്റ് സഖാക്കളും കൂടി മത്സരരംഗത്തേക്കുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ശുഭക്തി വിശ്വാസമുണ്ട്. കാസർഗോഡ് SFI ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അദ്നാൻ കാസർഗോഡ് ബ്ലോക്ക് തെക്കിൽ ഡിവിഷനിൽ നിന്ന് ഇടതുപക്ഷത്തിനായി ജനവിധി തേടുകയാണ്. തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട്. പാർട്ടി വലിയൊരു ഉത്തരവാദിത്വമാണ് നിലവിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യതയോടെ നിറവേറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളും യുവജനങ്ങളെയും ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് ജനുവരി നമ്മുടെ ചിഹ്നം തന്നെയായ അരിവാൾ ചുറ്റുക നക്ഷത്രത്തിലെ വോട്ട് ജനുവരി തേടുന്ന സമയത്ത് വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ആത്മാഭിമാനത്തോടു കൂടിയാണ് ഇപ്രാവശ്യം നമ്മൾ മുന്നോട്ട് ഇറങ്ങുന്നത്. ഒരുപാട് നമ്മുടെ സർക്കാർ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച ഒരു വർഷം കൂടിയായിരുന്നു. അപ്പോൾ അതുകൂടി ഉൾപ്പെടെ മുന്നോട്ടം പോയിക്കൊണ്ട് യുവജനങ്ങളും വിദ്യാർത്ഥികളും ചേർത്ത് പിടിക്കാൻ വേണ്ടി പറ്റുന്ന വിശ്വാസമുണ്ട്. എന്ത് തന്നെയായാലും എല്ലാ SFIയുടെ ഒരുപാട് വിദ്യാർത്ഥി സഖാക്കൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയിലും അതേപോലെ തന്നെ ഏരിയ കമ്മിറ്റികളിലും എല്ലാവരും വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മധുരാജ് മധൂർ പഞ്ചായത്തിലെ 24-ാം വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത്. മധൂരിൽ എങ്ങനെയാണ് ഒരു വിജയപ്രതീക്ഷ? മധുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വലിയ രീതിയിൽ വർഗീയ ശക്തികൾക്ക് ആഴത്തിൽ വേരോട്ടമുള്ള പ്രദേശമാണ്. ആ പ്രദേശത്തിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് പാർട്ടി ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. 24-ാം വാർഡ് ശിരുഭാഗിൽ നിന്നാണ് ജനവിധി തേടുന്നത്. വിജയപ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നവരെ ജനങ്ങൾ ഒരു നാൾ തൂത്തെറിയും എന്ന് തന്നെയാണ് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. പറഞ്ഞ പോലെ യുവജനങ്ങൾക്കുൾപ്പെടെ നൽകുന്ന പ്രാതിനിധ്യം നമ്മൾ പൊതുസമൂഹം കാണുന്നുണ്ട്. അതേപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഉൾപ്പെടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ പെൻഷനായാലും മറ്റ് ജനപക്ഷ വിദ്യാർത്ഥിപക്ഷ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം തീർച്ചയായും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മടിയൻ ഡിവിഷനിൽ SFI ജില്ലാ കമ്മിറ്റി അംഗം മഞ്ജുഷയാണ് മത്സരരംഗത്തുള്ളത്. മഞ്ജുഷ, എങ്ങനെയാണ് അവിടെ ഒരു വിജയപ്രതീക്ഷ? പ്രചാരണം ഏത് രീതിയിലാണ്? ഏറെ സന്തോഷമുണ്ട്. 22-ാമത്തെ വയസ്സിലാണ് പാർട്ടി ഇങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. അത് ഏറെ അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഏത് രീതിക്കകത്തേക്കുള്ള ഭരണമാണ് നമ്മുടെ നാടിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനതകളില്ലാത്ത ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടിനകത്ത് നമ്മുടെ സർക്കാർ നടത്തി വരുന്നത്. അതുകൊണ്ട് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ആശങ്കയുമില്ല. പൂർണ്ണ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പ്രചരണം നല്ല രീതിക്കകത്തേക്ക് നടക്കുന്നുണ്ട്. ചെങ്ങള പഞ്ചായത്തിലെ 21-ാം വാർഡിൽ നിന്ന് SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം മധുരാജാണ് ജനവിധി തേടുന്നത്. മധുരാജ്, പ്രചരണം നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട്? ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്നത്. പാർട്ടി ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന നല്ല പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ജനോപകാരപ്രദമായ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ, അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് പറഞ്ഞു വെച്ചു പോകാൻ എന്നാൽ സാധിക്കുമെന്നുള്ള നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം വരും കാലത്ത് 21-ാം വാർഡിലെ ജനങ്ങളെന്നെ തിരഞ്ഞെടുത്താൽ അത് നല്ല രീതിയിൽ നടപ്പാക്കാൻ എന്നാൽ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട് എനിക്ക്. കുമ്പള പഞ്ചായത്തിലെ 21-ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്നത് 21 വയസ്സുള്ള സ്നേഹയാണ്. SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. വളരെ ചെറിയ പ്രായത്തിലാണ് ഒരു വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. എങ്ങനെയാണ് പ്രചാരണം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
ഒരുപാട് സന്തോഷമുണ്ട്, അതുപോലെ തന്നെ പ്രതീക്ഷയും വളരെ കൂടുതലുണ്ട്. അപ്പോൾ എത്തരത്തിലാണ് നമ്മളെ CPM പോലുള്ള പാർട്ടി നമ്മളെ യുവാക്കളെ കാണുന്നതിന് തെളിവാണ്. എന്നെ പോലുള്ള കുറേ യുവാക്കൾ ഇന്ന് ഇലക്ഷനിൽ മത്സരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. ഒരുപാട് ആൾക്കാർ വിളിച്ചു, പിന്തുണ അറിയിച്ചു. എല്ലാവരോടും നന്ദി പറയാനുണ്ട്. ചെങ്കള പഞ്ചായത്തിലെ 2ാം വാർഡിൽ നിന്ന് SFI നേതാവായ ശരണ്യ കൂടി ജനവിധി തേടിയിറങ്ങുന്നുണ്ട്. ഏതായാലും ഇടതുപക്ഷത്തിന് വേണ്ടി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായി ഈ മത്സരത്തിൽ വിജയക്കൊടി പാറിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ വിദ്യാർത്ഥി നേതാക്കൾ. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.